നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്തോനേഷ്യയിൽ ഭൂകമ്പം. വടക്കൻ സുമാത്ര മേഖലയിൽ ഇന്ന് പുലർച്ചയോടെയാണ് ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിക്കുന്നതിന് പ്രകാരം ഇന്ത്യൻ സമയം പുലർച്ചെ 2:50-നാണ് ഭൂകമ്പമുണ്ടായത്. അതിന്റെ പ്രഭവ കേന്ദ്രം 86 വടക്കൻ അക്ഷാംശത്തിലും 96.35 കിഴക്കൻ രേഖാംശത്തിലും 58 കിലോമീറ്റർ ആഴത്തിലുമാണ്. അതേസമയം ഇന്ന് കേരളത്തെ നടുക്കി ഒരു ഭൂചലനമുണ്ടായി. കായക്കൊടി പഞ്ചായത്തിലെ എള്ളിക്കാമ്പാറയിൽ നേരിയ ഭൂചലനമുണ്ടായി. പഞ്ചായത്തിലെ 4-5 വാർഡുകളിലാണ് ഭൂചലനം ഉണ്ടായത്. ശനിയാഴ്ച രാത്രി 7:30-യോടെയാണ് ചലനമുണ്ടായതെന്നും പ്രത്യേക ശബ്ദം കേട്ടെന്നും പ്രദേശവാസികൾ ഒന്നടങ്കം പറയുകയുണ്ടായി. ജനങ്ങൾ ആകെ പരിഭ്രാന്തരായി. സെക്കൻഡുകൾ മാത്രമായിരുന്നു ചലനമുണ്ടായിരുന്നത്. എങ്കിലും ആളുകൾ വീട് വിട്ട് പുറത്തേക്കിറങ്ങി. വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, വെള്ളിയാഴ്ചയും സമാനമായ ചലനം അനുഭവപ്പെട്ടു എന്നാണ് EK വിജയൻ MLA ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഞായറാഴ്ച വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധനയ്ക്ക് എത്തുമെന്നും MLA വ്യക്തമാക്കി. ഭൂചലനം അനുഭവപ്പെട്ട കോഴിക്കോട് കായക്കൊടി എള്ളിക്കാമ്പാറയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. റവന്യൂ വകുപ്പ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. രാത്രി 7:30-8 മണി ആ സമയത്താണ് ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഭൂചലനം ഉണ്ടായത്. പരിഭ്രാന്തരായ ആളുകൾ വീട് വിട്ടിറങ്ങി. ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാത്രി തന്നെ വില്ലേജ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി ജനങ്ങളോട് ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകി. സെക്കൻഡുകൾ മാത്രമാണ് ഭൂചലനം ഉണ്ടായത്. പക്ഷേ നാട്ടുകാർ ആകെ പരിഭ്രാന്തരാണ്. കായക്കൊടി പഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ ഏകദേശം 1.5 കിലോമീറ്ററുകളോളം ഭൂചലനം അനുഭവപ്പെട്ടു എന്ന് നാട്ടുകാർ പറയുന്നു. വലിയൊരു ശബ്ദം കേട്ടു. ഇരുന്ന കസേരയൊക്കെ അനങ്ങി. ഇതോടെ പേടിച്ച് വീടിന് പുറത്തേക്ക് ഓടുന്ന സാഹചര്യമുണ്ടായി. വീടിന് മുകളിൽ കനമുള്ള എന്തോ ഒന്ന് വീഴുന്നത് പോലെ തോന്നി എന്നതടക്കമുള്ള പ്രതികരണമാണ് നാട്ടുകാർ നടത്തിയിരിക്കുന്നത്. വലിയ ശബ്ദം കേട്ട് പേടിച്ച് അയൽവാസികളുടെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്കും സമാന അനുഭവമാണ് ഉണ്ടായത് എന്നാണ് അവർ പറഞ്ഞത്. ഇതോടെ എല്ലാവരും വീടിന് പുറത്തിറങ്ങി പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു. 2 ദിവസം മുമ്പും ഇത്തരത്തിൽ ഭൂചലനമുണ്ടായി എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ജില്ലാ ജിയോളജിസ്റ്റ് CS മഞ്ജു പ്രതികരിച്ചിരിക്കുന്നു. കായക്കൊടിയിൽ ഭൂമികുലുക്കം ഉണ്ടായതായ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ജില്ലാ ജിയോളജിസ്റ്റിൻ്റെ പ്രതികരണം. ഭൂമിക്കടിയിൽ ചെറിയ ചലനം ഉണ്ടായിട്ടുണ്ടാവാം. ഈ കാര്യത്തിൽ വിശദ പരിശോധന നടത്തണം. വിശദ പരിശോധനയ്ക്ക് ജില്ലാ കളക്ടറോട് ശുപാർശ ചെയ്യാവുന്നതാണ്. ഇന്ന് നടത്തിയ പരിശോധന സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർക്ക് നൽകും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പഠനം നടത്തണമെന്നും ജിയോളജിസ്റ്റ് വ്യക്തമാക്കി. അതേസമയം ഈയിടയ്ക്ക് ചൈനയിൽ ഭൂചലനമുണ്ടായി. വലിയ രീതിയിലുള്ള ഭൂചലനമാണ് ഉണ്ടായത്. 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ചൈനയിലുണ്ടായത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിക്കുന്നതിന് പ്രകാരം ഇന്ത്യൻ സമയം രാവിലെ 6:29-ഓടെയായിരുന്നു ഭൂചലനമുണ്ടായത്. 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം രേഖപ്പെടുത്തിയത്. യുനാൻ പ്രവിശ്യയിലെ കുൻമിങ് നഗരത്തെ കേന്ദ്രീകരിച്ചാണ് ഭൂകമ്പമുണ്ടായത്. ഭൂകമ്പത്തെ തുടർന്ന് കെട്ടിടങ്ങൾ ചെറുതായി കുലുങ്ങി. എന്നാൽ ആർക്കും പരിക്ക് പറ്റിയില്ല. മെയ് 12-ന് പുലർച്ചെ 2:41-ന് ടിബറ്റിലെയും ചൈനയിലെയും ചില ഭാഗങ്ങളിൽ 9 കിലോമീറ്റർ ആഴത്തിൽ 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്.